നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി പി.കെ. ശ്രീമതി ഒരു ഇസ്ലാം ഹേറ്റ് സ്പീച്ച് നടത്തിയിരിക്കുന്നു. ഇസ്ലാം വിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുന്നു. എന്താണ് അവർ പറഞ്ഞതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല എന്ന നിയമമാണ് ഇസ്ലാമിലുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി പറയുന്നത് ഇതിനെയാണ് താലിബാനിസം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ താലിബാൻ എന്നാൽ എന്താണ് എന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. താലിബാനെ കുറിച്ച് ഞാൻ ഇതിനു ശേഷം മറ്റൊരു വീഡിയോ ചെയ്യാം. അവർ താലിബാനിസം എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? ഇതിനെ വെറുതെ ഒരു ഭീകരത എന്ന് പറഞ്ഞാൽ പോരാ, ഇതിനെയാണ് പറയുന്നത് അതിഭീകരത എന്ന്. അപ്പോൾ പി.കെ. ശ്രീമതി ഇത് പറയാനുണ്ടായ കാരണം എന്താണ്? പഴയകാല പാർട്ടി നേതാക്കളെ എല്ലാം തഴഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് നേരിട്ടു വിജയിച്ചു വന്നപ്പോഴും പുതുമുഖങ്ങളെയെല്ലാം മന്ത്രിമാരാക്കിക്കൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു മന്ത്രിസഭ കൊണ്ടുവന്നു. പഴയ താരങ്ങളെയെല്ലാം തഴഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പീരിയഡില് ആരോഗ്യമന്ത്രിയെ തഴഞ്ഞു. അങ്ങനെ പലരെയും തഴഞ്ഞു. പി.കെ. ശ്രീമതിയെ തഴഞ്ഞു. ഈ രീതിയിൽ പോയാൽ ഇനി ഒരിക്കലും പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പൊതുവെ അവർ തിരിച്ചു വരാൻ വേണ്ടി കാണിക്കുന്ന ചില ഒളിയമ്പുകളാണ് ഇസ്ലാം വിരുദ്ധ പ്രസ്താവന നടത്തുക, മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുക. ഇങ്ങനെ വിഷം ചീറ്റുമ്പോൾ ഇതിന് പാർട്ടി മറുപടി പറയേണ്ടി വരും. മുസ്ലിങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് അവമതി ഉണ്ടാകും. അപ്പോൾ വരും തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പരാജയപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇത്തരം വിഷം ചീറ്റുന്നവരെ എന്തെങ്കിലുമൊക്കെ സ്ഥാനം കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരും. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാം, മന്ത്രിയാകാം. അപ്പോൾ പാർട്ടി നേതാക്കൾ തഴയുന്ന വ്യക്തികൾക്ക് വീണ്ടും പാർട്ടിയിലേക്ക് വരികയും മന്ത്രി ആകാനും പാർട്ടിയിൽ സജീവമാകാനും അവർ കണ്ടെത്തുന്ന ഏക പോംവഴിയാണ് ഇസ്ലാമിനെ വിമർശിക്കുക. ഇസ്ലാമിനെ വിമർശിച്ചാൽ അതിന് തിരിച്ചടി വരും. തിരിച്ചടി പാർട്ടിക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് നേതാക്കൾ ഇടപെട്ട് ഇത്തരക്കാരെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരും, മന്ത്രിയാക്കും എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വ്യക്തമാണ്. പിന്നെ മുസ്ലിങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ പി.കെ. ശ്രീമതി വരേണ്ട. ശ്രീമതിയുടെ മതത്തിൽ നടക്കുന്ന പോക്കിരിത്തരങ്ങൾ അതാദ്യം വിളിച്ചു പറ. ശ്രീമതിയുടെ മതം ഏതാണ്? കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസത്തിൽ നടക്കുന്ന പോക്കിരിത്തരങ്ങൾ ആദ്യം വിളിച്ചു പറയുക. ഇസ്ലാം ഇതിനകത്ത് ഒരു പോക്കിരിത്തരങ്ങളും ഇല്ല. പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം അത്രമേയുള്ളൂ. അല്ലാതെ കണ്ണി കണ്ട സൃഷ്ടിപൂജയൊന്നും നടത്തുന്ന ഒരു വിഭാഗമല്ല മുസ്ലിങ്ങൾ. അതാദ്യം തിരിച്ചറിയുക. കമ്മ്യൂണിസ്റ്റുകാരുടെ ദൈവങ്ങൾ അതാണ്. കാൾ മാർക്സും ലെനിനും എംഗൽസും സ്റ്റാലിനും ഫ്രെഡറിക് ആന്റണിയും ഒക്കെയാണ്. അവരുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ പൂജിച്ചോളൂ. അതിന് ഇസ്ലാമിനെ കിട്ടില്ല, മുസ്ലിങ്ങളെ കിട്ടില്ല.